ഗാർഡിയൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അതായത് നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ രീതിയിലുള്ള ഊർജ വെല്ലുവിളികളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വൈദ്യുതിയുടെ ആവശ്യകത എന്ന് പറയുന്നത് ഏതാണ്ട് പ്രതിവർഷം 7 മുതൽ 8% എന്ന നിരക്കിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഇന്ത്യ ഒരു ഹരിത രാഷ്ട്രമായിട്ട് മാറുക എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. സത്യത്തിൽ ഇത് എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും? ഇന്ത്യ സത്യത്തിൽ ഊർജ്ജ പ്രതിസന്ധി വലിയ തോതിൽ അനുഭവിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ ജനസംഖ്യ അത്ര വലുതാണ്, നമ്മുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. മാത്രമല്ല ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2047 കൂടി ഒരു സമ്പൂർണ്ണ വികസിത രാജ്യമായി, വികസിത ഭാരത് ആയി നമ്മൾ മാറാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ വേണ്ടത് ഊർജ്ജമാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഈ തെർമൽ പ്ലാന്റുകളാണ്. എന്നുവെച്ചാൽ കൽക്കരിയാണ് അത് നമുക്ക് സാമാന്യം സമ്പന്നമായിട്ടുള്ളൊരു ഇന്ധനം കൽക്കരിയാണ്. അപ്പോൾ നമുക്കുള്ള കൽക്കരി ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ തെർമൽ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കൽക്കരി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്താൽ തീരുന്നൊരു ഇന്ധനമാണ്, റിന്യൂവബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഫോസിൽ ആണ്. രണ്ടു തരം ഫ്യൂവൽസാണ് ഉള്ളത് ഭൂമിയിൽ, അറിയാലോ സയൻറ്റിഫിക് ആയിട്ട്. ഒന്ന് ഫോസിൽ ഫ്യൂവൽസ്, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പഴയ ഫോസിലുകളുടെ, അതിൽ പഴയ വൃക്ഷങ്ങളിൽ നിന്നുണ്ടായതാണ്, സസ്യങ്ങളിൽ നിന്നുണ്ടായതാണ് കൽക്കരി എന്നും, ജന്തുക്കളിൽ നിന്ന്, മണ്ണടിഞ്ഞു പോയ ജന്തുക്കളിൽ നിന്നുണ്ടായതാണ് ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഈ രണ്ട്, എണ്ണയായാലും കൽക്കരി ആയാലും കുഴിച്ചെടുത്താൽ തീരും. കാരണം ഒരു കാലത്ത് മണ്ണടിഞ്ഞതിനൊരു കണക്കുണ്ട്, എത്ര താഴോട്ട് പോയാലും അതിന് ഒരു ലിമിറ്റുണ്ട്, അത് തീരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള പ്ലാന്റുകളിൽ നിന്ന് കൽക്കരി ഉപയോഗിച്ച് കത്തിക്കുന്നത് പോലെ തന്നെ കാർബൺ പുറത്ത് എമിഷനും നടക്കും. അപ്പോൾ കാർബൺ എമിഷനാണ് ലോകത്തിലെ പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ പ്രശ്നം, കാർബൺ എമിഷൻ. അപ്പോൾ അത് രണ്ടും ഇന്ത്യക്ക് ഭീഷണിയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മുടെ ഊർജ്ജത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി വരുന്നു, ഊർജ്ജ ഉപയോഗം. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തിന് പലപ്പോഴും ഇപ്പോൾ കൽക്കരി കൂടാതെ, ഇപ്പോൾ ഈ നമുക്ക് സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ ഒന്ന് ഇതാണ്, തെർമൽ പവറാണ്. വേറൊന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവറിന് നമുക്ക് ധാരാളം യൂണിറ്റുകളുണ്ട്, പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ഥിരതയില്ല, മഴയ്ക്ക് സ്ഥിരതയില്ല, അങ്ങനെയുള്ള സംഗതികളുണ്ട്. അപ്പോൾ അസ്ഥിരത മാത്രമല്ല, ഈ അസ്ഥിരമായ കാലാവസ്ഥ, കടുത്ത ചൂട്, പ്രളയം, ഇങ്ങനെയുള്ള കാലാവസ്ഥ. ഇപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ ഊർജ്ജോൽപാദനം പ്രതിസന്ധിയിലാണ്. ഇനി ഉള്ള ഊർജ്ജം തന്നെ പരിസ്ഥിതി വിരുദ്ധമാണ് എന്ന ആക്ഷേപം ലോകത്തിൽ വലിയ തോതിൽ ഉണ്ടതാനും. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഇന്ത്യ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യും? അതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രശ്നം. ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ വൈദ്യുതി ഉൽപാദനത്തിൻ്റെ ഏകദേശം 70% ഇപ്പോഴും കൽക്കരിയാണ് ആശ്രയിക്കുന്നത്. തെർമൽ പവറാണ്. അതുപോലെ മാഷ് പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര വേദികളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ നേരിടുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് കൽക്കരിയുടെ പുറന്തള്ളൽ അത് കുറയ്ക്കുക. അതെ. അപ്പോൾ ഇന്ത്യ അതിന്റെ കാർബൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ആ തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കുക എന്ന നിലപാടിൽ നിന്ന് മാറി ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുക. അപ്പോൾ ഇന്ത്യ അതിന് കറക്റ്റാണ്. അപ്പോൾ ഇന്ത്യ അതിന് ലോകത്തോട് ഈ പരാതി ഇന്ത്യക്കെതിരെ ഉന്നയിച്ചപ്പോൾ ലോകവേദികളിൽ, ലോകത്തിലെ ഗ്രീൻ മൂവ്മെൻറ്റുകൾ, ലോകരാജ്യങ്ങളിൽ ഈ കാലാവസ്ഥ കൺട്രോളിനെ കുറിച്ചുള്ള, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ബോഡികൾ, മഹാസമ്മേളനങ്ങൾ, ഉച്ചകോടികൾ, അവിടെയൊക്കെ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ തെർമൽ പവറുകളിൽ കൽക്കരി ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ തന്നെ അത്രയേറെ കാർബൺ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നാണ് അവർ പറയുന്ന കാര്യം. ഇന്ത്യ പറഞ്ഞ ചുട്ട മറുപടി ഇതാണ്. മറുപടി പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും പറഞ്ഞ മറുപടി ന്യായമാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് അന്തിമമല്ല, ഇത് സ്ഥിരമായി കൺസിസ്റ്റൻ്റായിട്ട് തുടരാൻ പറ്റിയൊരു മാർഗ്ഗമല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് നിർത്താൻ കഴിയില്ലല്ലോ. ഇമ്മീഡിയറ്റായിട്ട് നിർത്തിയാൽ ഞങ്ങൾ വലിയ ഇരുട്ടിലേക്ക് പോകും, വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകും. അതിന് പകരം ഞങ്ങൾ ചെയ്യുന്നത്, എന്താണ് പറയുക, ഫേസ് ഡൗൺ, കുറയ്ക്കുക, പതുക്കെ കുറച്ചു കൊണ്ടുവരികയാണ് ഞങ്ങൾ. ഫേസ് ഔട്ട് അല്ല, അങ്ങനെയാണ് നമ്മൾ പറയുക. പൂർണ്ണമായും അടച്ചുപൂട്ടുക പെട്ടെന്ന്, അങ്ങനെയാണല്ലേ ഇന്ത്യ വലിയ തോതിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ഞങ്ങൾ അടച്ചുപൂട്ടും, നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അടച്ചുപൂട്ടില്ല. പക്ഷേ ക്രമേണ ഈ കാർബൺ എമിഷൻ കൂടുതലുള്ള തെർമൽ പവർ പ്രോജക്റ്റുകൾ ഞങ്ങൾ കുറച്ചു കൊണ്ടുവരും. അതാണ് ഈ ഫേസ് ഡൗൺ എന്ന് പറയുന്ന സംഗതി. അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങൾ ഇതേപോലെ തന്നെ
റിന്യൂവബിൾ എനർജിയിലേക്ക് തിരിച്ചു പോകും. റിന്യൂവബിൾ എനർജിയിലേക്ക് വലിയ തോതിൽ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ മാതൃകയാണ്. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ, അത്തരം പ്രോജക്റ്റുകൾ ധാരാളമായി ആവിഷ്കരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അത് നമ്മുടെ ആവശ്യമാണെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ കൂടി ആവശ്യമാണ്. അതേതൊക്കെയാണ്? ഒന്ന് സോളാർ പ്ലാന്റുകൾ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം, ലോകത്തിലൊരു വിമാനത്താവളം സോളാർ പവർ കൊണ്ട് നടന്നു പോകുന്നത് നമ്മുടെ നാട്ടിലാണ്. ഇപ്പോൾ ഈ കൊച്ചിയിലാണ്, നെടുമ്പാശ്ശേരിയിലാണ്. അതുമാത്രമല്ല, അവരുടെ ഒരു എയർപോർട്ടിൻ്റെ 24 മണിക്കൂറുള്ള ആവശ്യത്തിന് ഉള്ള മുഴുവൻ എനർജിയും സോളാർ പവർ കൊണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് 5 പൈസയുടെ വൈദ്യുതി KSEBിൽ നിന്ന് വാങ്ങുന്നില്ല. മുഴുവൻ ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കി KSEBിക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ മാതൃകയാണ്. അപ്പോൾ അന്ന് ഇന്ത്യ ചോദിച്ചു, നിങ്ങൾ ഇത്തരം സംഗതികൾ ഞങ്ങളോട് പറയുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് കൂടി ചെയ്തൂടെ? നമ്മൾ കാണിച്ചൊരു നല്ല മാതൃകയാണത്. ഒന്ന് സോളാർ, വേറൊന്ന് വിൻഡ്. നമ്മുടെ അട്ടപ്പാടി പോയിട്ടുണ്ടോ? അട്ടപ്പാടിയുടെ ലാൻഡ്മാർക്ക് തന്നെ കാറ്റാടികളാണ്. കാറ്റാടികൾ എന്ന് പറഞ്ഞാൽ കാറ്റാടി പ്രോജക്റ്റുകൾ. അവിടെ ഈ കാറ്റിൽ നിന്ന് നല്ല കാറ്റിൽ തടസ്സമില്ലാതെ കാറ്റ് കിട്ടുന്ന കുന്നുകൾ ധാരാളം ഉണ്ട് നമുക്ക്. ആ കുന്നുകളിലൊക്കെ ഈ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുക. കാറ്റുകൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും, ജനറേറ്റർ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ മാർഗം. വേറൊന്ന് ഈ ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് ഉണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ അതുപോലെ തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പദ്ധതികളുണ്ട് കടലിൽ. തിരമാലകൾക്ക് നല്ല ഒഴുക്കും നല്ല ടൈഡും ഉള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് കടലിൽ പ്രോജക്റ്റ് വെച്ചിട്ട് പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പദ്ധതി. അതും റിന്യൂവബിളാണ്. കടലുള്ള കാലത്തോളം അത് നടക്കും, കാറ്റുള്ള കാലത്തോളം ഇത് നടക്കും, വെയിലുള്ള കാലത്തോളം. അതാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. എന്നും ഉപയോഗിക്കാൻ പറ്റും. പ്രോജക്റ്റ് ഇതിൻ്റെ യന്ത്രങ്ങൾക്ക് അതിൻ്റെ തേയ്മാനം വരുന്ന മാറ്റി കൊടുത്താൽ മതി. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജൻ എന്താണെന്നറിയോ? ഗ്രീൻ ഹൈഡ്രജൻ ഇപ്പോൾ ലോകത്തിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പോലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇന്ധനമാണ്. ഇലക്ട്രിസിറ്റി പോലെ പെട്രോൾ പോലുള്ള പ്രധാനപ്പെട്ട ഇന്ധനമാണ് ഗ്യാസ്. ഗ്യാസ് കൊണ്ട് ഓടുന്ന വണ്ടികളെല്ലാം ഉണ്ടല്ലോ. എന്തുകൊണ്ടൊക്കെ പെട്രോൾ കൊണ്ട് ചെയ്യാമോ അതൊക്കെ ഗ്യാസ് കൊണ്ടും ചെയ്യാം. ഗ്യാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ എന്താണ് മാർഗം? ഹൈഡ്രജൻ 2 സ്ഥലത്താണ് സമ്പന്നമായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ വായുവിലാണ്. ഹൈഡ്രജൻ വായുവിലുണ്ട്. പിന്നെ നൈട്രജൻ കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ടല്ലോ, പക്ഷെ അത് കുറഞ്ഞ അളവിൽ. ഒരു കാരണവശാലും ഈ വായുവിലുള്ള ഹൈഡ്രജൻ എടുക്കാനും പാടില്ല. പിന്നെ എവിടെ ഹൈഡ്രജൻ സമ്പന്നമായിട്ടുള്ളത്? വെള്ളത്തിലാണ്. വെള്ളത്തിൽ രണ്ട് മൂലകങ്ങളാണല്ലോ ഉള്ളത്, ഹൈഡ്രജനുമാണ് ഓക്സിജനുമാണ്. അതും 2 ആറ്റം ഹൈഡ്രജൻ ഉള്ളപ്പോൾ ഒരു ആറ്റമേ ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിൽ നിന്ന് വെള്ളത്തെ വിശ്ലേഷിപ്പിക്കുക എന്നാണ് ഇലക്ട്രോസിന്തസിസ് എന്നതിന് പറയുക. ഒരു പേരുണ്ടല്ലോ, ഇലക്ട്രോസിന്തസിസ് എന്നാണ് തോന്നുന്നു. എന്തായാലും വെള്ളത്തിലൂടെ, അത് നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് 2 ഇലക്ട്രോഡുകൾ വെച്ചിട്ട് വൈദ്യുതി കടത്തിവിട്ട് ആ വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഈ വെള്ളത്തെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ആക്കി 2 ഗ്യാസാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ആ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകും. അപ്പോൾ അന്തരീക്ഷം കുറേ കൂടി ശുദ്ധമാവും. ഹൈഡ്രജൻ നമുക്ക് കളക്ട് ചെയ്താൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ പ്രശ്നമുള്ളത് ആ വൈദ്യുതി എവിടെ നിന്ന് കിട്ടും? അതാണുള്ള പ്രശ്നം. അത് നമ്മൾ സോളാറിൽ നിന്ന് എടുക്കണം. ആ വൈദ്യുതി നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് എടുത്താൽ നഷ്ടമാണ്. കാരണം അത് നമ്മൾ വീണ്ടും അന്തരീക്ഷത്തിന് പൊല്യൂഷൻ ഉണ്ടാക്കും. വേറൊന്ന് അത് നമുക്ക് നഷ്ടമായിരിക്കും, ഇരട്ടി ചെലവ് വരും. അപ്പോൾ അതിന് ചെയ്യുന്നത് സോളാർ, വിൻഡ്, ടൈഡ്, ഇപ്പോൾ തിരമാല പോലുള്ള പദ്ധതികളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ആ വൈദ്യുതി വെള്ളത്തിൽ കടത്തിവിട്ട് ഈ വെള്ളത്തെ വിശ്ലേഷണം നടത്തിയിട്ട് ഹൈഡ്രജനാക്കി മാറ്റുക. അപ്പോൾ അതിനാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുക. പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് പരീക്ഷണശാലയിൽ കെമിക്കൽസ് വെച്ച് ഉണ്ടാക്കുകയാണ്. അത് നഷ്ടമാണെന്ന് മാത്രമല്ല, അത് ഈ കെമിക്കൽസ് തീരും, അല്ലെങ്കിൽ അത് വീണ്ടും വാങ്ങിക്കൂട്ടണം. ഇതല്ല, ഇത് നമുക്ക് കടൽ വെള്ളത്തിൽ നിന്നുണ്ടാക്കാം, ഭൂമിയിലെ ഏത് ജലസോഴ്സിൽ നിന്നുണ്ടാക്കാം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്റ്റ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഒരു മറുപടി. ഇനി ഇന്ത്യ ഇതൊക്കെ ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ട് അപ്പം ഇന്ത്യ പറഞ്ഞ മറുപടി 3 ഒന്ന്, ഞങ്ങൾ ഇത് കുറച്ച് കൊണ്ടുവരാം. 2, റിന്യൂവബിൾ എനർജിയിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2030 മറ്റും പറയുന്നുണ്ട്. 5 മില്യൺ ടൺ ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഗ്രീൻ ഹൈഡ്രജൻ ഒരു മിഷൻ ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ. 2030 നോൺ ഫോസിൽ ശേഷി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നോൺ ഫോസിൽ കപ്പാസിറ്റി, അതായത് ഫോസിൽ വൈദ്യുതി അല്ലാത്ത, ഫോസിൽ എനർജി അല്ലാത്ത ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി 2030 കൂടിയിട്ട് 5 മില്യൺ ടണ്ണോ അല്ലേ, 5 മില്യൺ ടണ്ണാക്കി മാറ്റുക. 5 മില്യൺ മെട്രിക് ടൺ
എന്ന് പറയും. 5 MMT എന്നാണ് പറയാം. അപ്പോൾ MMT എന്ന് പറയുന്നത് മില്യൺ മെട്രിക് ടണ്ണാണ്. ടണ്ണ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 1000 കിലോ ആണ് ടണ്ണ്. അപ്പോൾ 5 മില്യൺ മെട്രിക് ടൺ വൈദ്യുതി ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് 2030 മാറും. 30 എന്ന് പറഞ്ഞാൽ 5 കൊല്ലമേ ഉള്ളൂ. അപ്പോൾ അത് വലിയ വലിയ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവസാനമായിട്ട് ഇന്ത്യ ഇങ്ങനെ പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നവരോട്, കാർബൺ അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിക്ഷേപിക്കുന്നത്, എമിറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്ന് പറയുന്നവരോട് ലോകവേദികളിൽ ഇന്ത്യ പറഞ്ഞ ഗംഭീരമായൊരു മറുപടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കണക്കെടുക്കണം. അതിനാണ് കാർബൺ ഇക്വിറ്റി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്നത്, കാർബൺ എമിഷൻ്റെ തോത്, അങ്ങനെയാണെങ്കിൽ അതിലൊരു തുല്യത ആവാലോ. അങ്ങനെ നോക്കുമ്പോൾ എന്താ പ്രശ്നം അറിയുമോ? ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ അവരുടെ റോക്കറ്റ് വിക്ഷേപണം, അവരുടെ എയറോപ്ലെയിൻ, ഏറ്റവും കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിലേക്ക് വിടുന്നത് റോക്കറ്റുകളും വിമാനങ്ങളും ഒക്കെയാണ്. ഈ പരീക്ഷണം നമ്മളല്ലല്ലോ നടത്തുന്നത്, നാസ നമ്മുടേതല്ല. നമ്മൾ മിനിമം വളരെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഫ്ലൈറ്റുകൾ, റോക്കറ്റുകൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന ആരാണ്? അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ ഒരു കണക്കെടുക്കണം. ഞങ്ങളാണോ, ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാർബൺ? അങ്ങനെ വരുമ്പോൾ വൻകിട രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാർബൺ തള്ളുന്നത്. അതൊരു ന്യായമല്ല, പക്ഷെ ഒരു മറുപടിയാണ്. അവർ തള്ളുന്നതുകൊണ്ട്, അവർ അക്രമം ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യേണ്ടെന്നില്ലല്ലോ, നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതായ ബദൽ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് അന്താരാഷ്ട്ര വേദിയിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതാണ് നല്ല മറുപടിയും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കാര്യം തീർച്ചയാണ്, ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ കൂടി വരുന്നു. എന്നാൽ ഊർജ്ജ ആവശ്യങ്ങളെ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ പരിഹരിക്കാനുള്ള കടുത്ത ജാഗ്രതയോടെയുള്ള ഊർജിതമായ നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട്. അത് ആശ്വാസകരമാണെന്ന് മാത്രമല്ല, അത് വളരെ ലോകത്തിന് തന്നെ മാതൃകാപരവുമാണ്.